പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അരനൂറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. പാർട്ടിയുടെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുകയും പ്രധാനപ്പെട്ട ചുമതലകളിൽ അദ്ദേഹം സ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്ത ആളാണ്. പാർട്ടി ഭരണഘടനയിൽ എന്താണ് വേണ്ടത്, ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ആളാണ്. പാർട്ടിയുടെ തീരുമാനത്തെ പരസ്യമായി ലംഘിക്കുകയും അത്തരത്തിലുള്ള പ്രതികരണം വിവിധ മാധ്യമങ്ങൾക്ക് നൽകുകയും ഇന്ന് പ്രതികരണത്തിലൂടെ അത് ആവർത്തിക്കുകയും തൻ്റെ നിലപാടാണ് ശരിയെന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് തീർച്ചയായും പാർട്ടിയുടെ രീതി അനുസരിച്ച് നോക്കുമ്പോൾ അത് തികഞ്ഞ അച്ചടക്ക ലംഘനമാണ്. അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ബുധനാഴ്ച ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അച്ചടക്ക നടപടി തന്നെയാണ്. അതിന് അദ്ദേഹം വഴങ്ങിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ അപമാനം ഭാരം സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി പാർട്ടിയിൽ തുടരണമോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരാനിടയുള്ളത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്ന പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിച്ചതാകാനുള്ള സാധ്യതയാണുള്ളത്. മന്ത്രി എന്നുള്ള തരത്തിൽ വീണ ജോർജ് മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. സാധാരണഗതിയിൽ സംസ്ഥാന സമിതിയിൽ മന്ത്രിമാർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകത്തിൽ ബോധിപ്പിക്കാനുള്ള അവസരം നൽകുക എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മന്ത്രി വീണ ജോർജ് സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി വന്നു ചേർന്നിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതയില്ല എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുന്നു. ഏത് ഘട്ടത്തിലാണ് അത്തരത്തിൽ അനാവശ്യമായ ഒരു പ്രതികരണം പത്മകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ള വിഷയം ബുധനാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം പരിശോധിക്കും. സംസ്ഥാന നേതാക്കളിൽ ആരെങ്കിലും ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ അവരുടെ കൂടി ഒരു അനുയോജ്യമായ സമയം കണ്ടെത്തി ഈ വിഷയം പ്രത്യേകമായി പരിശോധിക്കുമെന്ന് തന്നെയാണ്. എന്തായാലും പത്മകുമാറിനെ കാത്തിരിക്കുന്നത് പാർട്ടിയുടെ നടപടി തന്നെയാണ്. അതിൽ ഒരുപക്ഷെ അത് സസ്പെൻഷനിലേക്ക് നീങ്ങാം, അതല്ലെങ്കിൽ തരം താഴ്ത്തലാകാനാണ് സാധ്യത. പത്മകുമാറിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അങ്ങനെ അവഹേളനം സഹിച്ച് പാർട്ടിയിൽ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യം അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടി വരിക. എന്തായാലും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിയാൻ താല്പര്യപ്പെടുന്നു എന്നതിൻ്റെ സൂചനകളാണ് രാവിലത്തെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ, പാർട്ടിയിൽ നിന്നും നടപടിയിലേക്ക് പോകുന്നതിന് മുൻപായി സ്ഥാനമാനങ്ങൾ ഒഴിയാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്ന്, പാർട്ടി വിടുന്ന പക്ഷം അദ്ദേഹം അടുത്ത തീരുമാനം എന്തെടുക്കും എന്നുള്ളതാണ്. ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് പൊതുപ്രവർത്തന രംഗത്ത് തുടരുകയാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാകുമോ എന്നുള്ളതും സംശയാസ്പദമായി തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും സാധ്യതകൾ ഇനിയും അദ്ദേഹത്തിന് മുൻപിലുണ്ട്. ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാകുകയാണെങ്കിൽ അത് BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. അനൗദ്യോഗികമായി BJP-യുടെ ചില കക്ഷികൾ ഇദ്ദേഹവുമായി കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാവിലെയുമായി ചർച്ചകൾ നടത്തി എന്നതിൻ്റെ സൂചനകൾ കൂടി പുറത്തു വരികയാണ്. കോൺഗ്രസ് നേതൃത്വം ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കൂടുതൽ സൂക്ഷ്മതയോടുകൂടിയുള്ള പ്രതികരണങ്ങൾ കൂടി നോക്കിയ ശേഷം മാത്രം എന്തെങ്കിലും പ്രതികരണം നടത്തിയാൽ മതി എന്നുള്ളതാണ് KPCC നേതൃത്വത്തിൽ നിന്നും ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിനാൽ തന്നെ നിലവിൽ BJP-യുടെ ഭാഗത്തുനിന്ന് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രതികരണം വന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം, DCC നേതൃത്വം മൗനം പാലിക്കുകയാണ്. എന്താണ് അടുത്ത നീക്കം പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നീക്കങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി തന്നെയാണ് DCC നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും പത്മകുമാർ തുറന്നു പറയും കുറച്ചുകൂടി കാര്യങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അത് വൈകാൻ ഇടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.